പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ എന്തെന്ത് പ്രയാസങ്ങൾ വന്നാലും എന്തെന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും മുസ്ലിമിന്റെ നിലപാട് എന്താണെന്ന് അറിയുമോ? ഖുൽ, നബിയെ പറയുക, പഠിപ്പിച്ചു കൊടുക്കുക, ലൈ യുസീബനാ, ഞങ്ങളെ ബാധിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു ഞങ്ങൾക്ക് എഴുതിയത് എന്താണോ അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങളെ ഒന്നും ബാധിക്കുകയില്ല. ഹുവ മൗലാനാ, അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി, ഞങ്ങളുടെ സുഖവും ദുഃഖവും നിർണയിക്കുന്നതവനാണ്, ഞങ്ങളുടെ രക്ഷയും ശിക്ഷയും തീരുമാനിക്കുന്നതവനാണ്. വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന് പരിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്കൊരു ബുദ്ധിമുട്ട് ബാധിച്ചു കഴിഞ്ഞാൽ, അവർക്കൊരു പ്രയാസം ബാധിച്ചു കഴിഞ്ഞാൽ, രോഗം വന്നു കഴിഞ്ഞാൽ, കച്ചവടം തകർന്നു കഴിഞ്ഞാൽ, ധനനഷ്ടം വന്നു കഴിഞ്ഞാൽ, കുടുംബത്തിന്റെ ഉറ്റവരും ഉടയവരും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ പ്രതികരണം എന്താണെന്നറിയുമോ? ഇന്നാ ലില്ലാഹി, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവങ്കലേക്ക് തന്നെ മടക്കപ്പെടുകയും ചെയ്യുന്നവനാണ്. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവർക്കാകുന്നു റബ്ബിന്റെ പക്കൽ നിന്നുള്ള നന്മയുള്ളത്, അവർക്കാകുന്നു റബ്ബിന്റെ പക്കൽ നിന്നുള്ള കരുണയുള്ളത്, അവർക്കാകുന്നു റബ്ബിന്റെ പക്കൽ നിന്നുള്ള നേർമാർഗമുള്ളത്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഒരു വിശ്വാസിയുടെ മനസ്സിന്റെ അല്ലാഹുവിനെ കുറിച്ചുള്ള നിലപാട് എന്തായിരിക്കണം? അവൻ ധനികനാണോ? അൽഹംദുലില്ലാ. അവൻ ദരിദ്രനാണോ? അൽഹംദുലില്ലാ. അവൻ സുന്ദരനാണോ? അൽഹംദുലില്ലാ. വിരൂപനാണോ? അൽഹംദുലില്ലാ. കഷ്ടതകളിലാണോ? അൽഹംദുലില്ലാ. സുഖത്തിലാണോ? അൽഹംദുലില്ലാ. രോഗാവസ്ഥയിലാണോ? അൽഹംദുലില്ലാ. ആരോഗ്യത്തിലാണോ? അൽഹംദുലില്ലാ. അല്ലാഹു എന്ത് വിധിച്ചാലും ആ വിധിയിൽ തൃപ്തിയടയുന്ന ഒരു മനസ്സ് മനുഷ്യനുണ്ടാകേണ്ടതുണ്ട്, മുസ്ലിമിനുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, എന്റെ രക്ഷിതാവിന്റെ കൂടെയുണ്ട്, അവനാണ് എന്റെ തുണ, അവനാണ് എന്റെ മിത്രം, അവനാണ് എന്റെ രക്ഷാധികാരി, അവനാണ് എന്റെ അവലംബം, അവനാണ് എന്റെ ആശ്രയം. അവൻ വിധിക്കുന്നതിനപ്പുറത്ത് ഒരു രക്ഷയോ ശിക്ഷയോ സുഖമോ ദുഃഖമോ രോഗമോ ആരോഗ്യമോ ഒന്നും നൽകാൻ മറ്റൊന്നിനും സാധിക്കുകയില്ല എന്ന ആ അചഞ്ചലമായ വിശ്വാസമാണ് സൂറത്തു തഗാബുനിന്റെ 11-ാമത്തെ ആയത്തിലും സൂറത്തു ആല ഇംറാനിന്റെ 173-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞു വെക്കുന്നത്.